പാരാഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു മലയുടെ പൊക്കത്തിലേക്കാണ് പോകുന്നത്, ഹിമാചൽ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആ കാണുന്ന മലയുടെ മുകളിൽ കയറണം. അവിടെ നിന്നാണ് എടുത്ത് ചാടേണ്ടത് കേട്ടോ. അവിടെ നിന്നാണ് പാരാഗ്ലൈഡ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. എവിടെ നിന്നാ ചാടണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പേടിയാവും. അങ്ങ് പോണം. ഞങ്ങൾ അല്ല ഷിബ, ഞങ്ങൾ പാരാഗ്ലൈഡ് എന്നെ ബുക്ക് ചെയ്യാൻ വന്നല്ലേ. ലാൻഡിങ് പൊസിഷൻ. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഹായ്, ഞാനപ്പോൾ ഇവിടെ ഓഫീസിലെത്തി. പാരാഗ്ലൈഡ് ചെയ്യുന്നതിൻ്റെ ഓഫീസിലെത്തി. നമ്മളെ കൊണ്ട് എല്ലാം എഴുതി സൈനൊക്കെ ഇടിയിച്ചു. ഇതാണ്. ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, മരിച്ചു പോയാലും അവർ ഉത്തരവാദിത്വമല്ലെന്നാണ്. എന്തെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്നും ഉത്തരവാദിത്വമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയും പറയുന്ന സൈനൊക്കെ ഇടിയിച്ച് ഞങ്ങളിപ്പോൾ യാത്രയിലേക്ക് പോവുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ പൈലറ്റ് ഗവൺമെൻറ് ട്രെയിനറാണ്. ഹായ്. ഓഹോ. അപ്പം ഞങ്ങളപ്പോൾ പോയിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. ഇവരാണ് ഞങ്ങൾ ഫ്ലൈ ചെയ്യിക്കാൻ പോകുന്നത് കൊണ്ടാണ്. ഞങ്ങൾ പോയി ഫ്ലൈ ചെയ്തിട്ട് വരാം. ഞങ്ങളെത്തി. ഈ ബാക്കിൽ കാണുന്ന ആ പ്ലേസിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ ചടാൻ പോകുന്നത്. അവരെല്ലാം തയ്യാറാകുകയാണ്. ഇതാണ് എൻ്റെ പൈലറ്റ് കേട്ടോ. നമ്മുടെ വെയിറ്റ് അനുസരിച്ചാണ് ഇവർ. അപ്പം നമുക്ക് ചാടാം അല്ലേ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആ വിൻഡ് അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ഇരുന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ റീൽസ് എടുത്തു കിട്ടും. പക്ഷേ ഞാനിടയ്ക്ക് നന്നായിട്ട് വോയിസ് കേൾക്കാമെന്ന് വെറുതെ കുറച്ച് കേട്ടുള്ളൂ. ഈ വിൻഡ് കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനങ്ങ് ആകാശത്തോടെ പറന്നങ്ങ് പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീറ്റ് എത്രയാണെന്നറിയോ? 8000 ഫീറ്റ് മുകളിലാണ് പറക്കുന്നത്. പിന്നെ അങ്ങ് സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് ഇട്ട്. കണ്ടോ, അത്ര മുകളിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇറങ്ങുന്ന ലാൻഡ് ചെയ്യണ ഫോട്ടോയൊക്കെയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ ഇത് കണ്ടിട്ട്.